ഞാനന്ന് താമസിക്കുന്ന 2 bedroom ഹൗസിന് ടെറസ്ഡ് ഹൗസ് ആയിരുന്നു. അന്ന് റെൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 380 ഉള്ളായിരുന്നു. എന്നാൽ 2 year ഒരു 580 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ബേർഡൻ ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ സാലറി ആണ്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവനാണ് ഇവിടെ രാജാവ്. ഡിപ്പെൻഡൻറ്റ് വിസ വരുന്ന ഒരാൾക്ക് ഏത് പണിക്കും പോകുമ്പോൾ 24 മണിക്കൂർ ഏത് ജോലിക്കും കയറാം. അപ്പോൾ ഒരാളുടെ ഉയർച്ച കാണുമ്പോൾ അതിപ്പോൾ വിസ മാത്രമല്ല, ഒരാൾ കാറെടുത്ത് അവനെങ്ങനെ കാറെടുത്ത് നമുക്കറിയാം. ഇവിടെ പിണറായി വിജയനെയും മോദി എല്ലാവരും നടന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. അവർ നാളെ പിറ്റേന്ന് അയ്യോ അവരെന്നെ ചീത്ത വിളിച്ച് ഞാനെന്താ രാജിവെച്ച് പോവാ, ആരും ചെയ്യുന്നില്ല. വെൽക്കമിംഗ് ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ വെൽക്കമിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പം ഇവനാണല്ലോ എൻ്റെ ഫ്രണ്ടാണ്. ഇവിടുത്തെ എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. നമ്മുടെ നാട്ടിലെ ഒരു എമൗണ്ടും ഇവിടുത്തെ ഒരു എമൗണ്ടുമായിട്ട് ഒരു കമ്പാരിസൺ വരും. What do you think about Malayali people, like Malu people, or generally speaking Indian people? I love them. He kind of introduced me to the culture of Malayali people, and I love the food there. Okay. നമസ്കാരം, ഗ്ലോബൽ മെലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് പ്ലാൻ മേക്കേഴ്സിന്റെ ക്രിയേറ്റേഴ്സ് മീറ്റപ്പിന് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെറ്റീരിയലുകൾ കാണാൻ ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം തന്നെയാണ് എക്സ്പെൻസസ്. UK ലിവിംഗ് കോസ്റ്റ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുന്നതുകൊണ്ട് എങ്ങനെ അഫക്റ്റ് ചെയ്യും, പുതിയതായിട്ട് വരുന്നവരൊക്കെ എങ്ങനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്? ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ലിവിങ് എക്സ്പെൻസ് കൂടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2018 UK വന്നത്. അപ്പം ആ ഒരു വന്ന സമയത്തുള്ള എക്സ്പെൻസ് അല്ല ഇന്ന് നമുക്കുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അന്ന് താമസിക്കുന്ന 2 bedroom ഹൗസിന് ടെറസ്ഡ് ഹൗസ് ആയിരുന്നു. അന്ന് റെൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 380 ഉള്ളായിരുന്നു. 380 pounds ഉള്ളായിരുന്നു. എന്നാൽ 2 year ഒരു 580 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പിന്നെ ഞങ്ങൾ 3 year കഴിഞ്ഞ് ആ വീട് മാറി. ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 900 pounds ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് പുതിയതായിട്ട് വരുന്ന ആളുള്ള ഒരു ബേർഡൻ ആവുമോ അവർക്ക്? ബേർഡൻ ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ സാലറി ആണ്. കാരണം നിങ്ങൾ ഓരോ അക്കോമഡേഷൻ ഡിഫറൻസ് ആണ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഷെയർഡ് അക്കോമഡേഷൻ ആണ്. അതിൻ്റെ റെൻ്റ് ഇപ്പം 600 pounds നിയർലേ ഉള്ളൂ. എന്നാൽ നിങ്ങളൊരു 2 bedroom ഹൗസിലോട്ടൊക്കെ മാറുന്ന സമയത്ത് എടുത്ത് മാറുമ്പോഴത്തേക്ക് ആ എക്സ്പെൻസ് നിങ്ങൾ അഫോർഡ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പം UK വരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ പുതിയ സിറ്റുവേഷനിൽ വർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? തിയേറ്ററുകൾ വരുവാണെങ്കിൽ എന്ത് പറയും? പുതിയ ആൾക്കാർ വരുവാണെങ്കിൽ നിങ്ങൾ ഓരോ യൂട്യൂബേഴ്സ് പറയാം നിങ്ങൾ UK വന്നാൽ ബെനിഫിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചിലവുകൾ അഫോർഡ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം. തീർച്ചയായിട്ടും. പാവാട വിസ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം എല്ലാവരും തമാശയായിട്ടും കളിയാക്കാനും ഒക്കെ പറയാറുണ്ട്. അപ്പൊ എന്താണ് തോന്നുന്നത്, ഇപ്പൊ ഭാര്യയുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്ന അത്ര മോശപ്പെട്ടൊരു കാര്യമാണോ? എന്താണ്? ഒന്നാമത്തെ കാര്യം, ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവനാണ് ഇവിടെ രാജാവ്. അതൊന്നും ഓർക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വിസയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു സ്പോൺസർ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ അടിമയെ നിൽക്കുന്നവനാണ്. അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ പറയുന്ന പോലെ വരണം, അവർ എമർജൻസിക്ക് വിളിച്ചാൽ വരണം, എന്തും ആയിക്കോട്ടെ. പക്ഷേ ആസ് പെർ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയാണ് അതിൻ്റെ പ്രൊഫഷണൽ നെയിം. ഡിപ്പെൻഡൻറ്റ് വിസ വരുന്ന ഒരാൾക്ക് ഏത് പണിക്കും പോകുമ്പോൾ 24 മണിക്കൂർ ഏത് ജോലിക്കും കയറാം, ബിസിനസ് എന്ത് വേണേലും ചെയ്യാം. ഇവിടെ എല്ലാ ഇത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എവിടെ വേണേലും റെസ്ട്രിക്ഷൻ ഇല്ല. UK എവിടെ വേണേലും പോയി ജോലി ചെയ്യാം. ഒരിടത്ത് ജോലി വേണ്ടെങ്കിൽ അന്നേരം ഇട്ടെറിഞ്ഞിട്ട് പോവാം. എത്ര അവേഴ്സ് ചെയ്യാൻ മാത്രമല്ല, ഒരു കമ്പനി അവൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കാര്യങ്ങൾ. എടാ നിനക്ക് വരാൻ പറ്റുമോ എന്നാണ്. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതാണ് ഡിപ്പെൻഡ് വിസ. പിന്നെ എന്തിനാണ് പാവാട വിസ എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ വിസയുടെ സെക്ഷൻ മാത്രമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ചായക്കടയിലും കലിങ്കയിലും ഒക്കെ കുറേ ടീംസ് ഇരുന്ന ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അതെന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ ഉയർച്ച കാണുമ്പോൾ അതിപ്പോൾ വിസ മാത്രമല്ല, ഒരാൾ കാറെടുത്ത് അവനെങ്ങനെ കാറെടുത്ത് നമുക്കറിയാം. ശരി, ഒരു പെണ്ണ് ഒരുങ്ങി പോകുന്നത്, അവൾ എന്തിനാ ഒരുങ്ങി പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുത്തം വിസ കിട്ടുക, അവനെങ്ങനെ വിസ കിട്ടിയെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടിയില്ല, മറ്റൊരുത്തന്നെ ഉറക്കം ഉളച്ചോ അല്ലെങ്കിൽ അധ്വാനിച്ചൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അതിലെത്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ പോലെ അതിനെ ഒരു നെഗറ്റീവ് രീതിയിൽ ചിത്രീകരിച്ച് അങ്ങ് തീർക്കാവുന്നേ ഉള്ളൂ. അവരവർ ഒന്ന് സമാധാനിക്കുക. അത് വിസയുടെ കേസിൽ ഇങ്ങനെ ഒരു എണ്ണം വരുന്നതേ ഉള്ളൂ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അതിപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തോ പറഞ്ഞ മറ്റേ എന്തോ പോലീസാണ്, മോറൽ പോലീസ്, അതാചാരം. ഒരുത്തനും ഒരു ചെറുക്കനും പെണ്ണോടെ പോകുന്നു, അവന് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ അവനെ പെടി, അവൻ ആരാ എന്തുവാ എന്ന സംഭവം മാത്രമേ ഉള്ളൂ. അതിന്റെ മറ്റൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ആര് മൈൻഡ് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിണറായി വിജയനെയും മോദി എല്ലാവരും നടന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. അവര് നാളെ പിറ്റേന്ന് അയ്യോ അവരെന്നെ ചീത്ത വിളിച്ച് ഞാനെന്താ രാജിവെച്ച് പോവാ, ആരും ചെയ്യുന്നില്ല. പറഞ്ഞവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, അത്രേ ഉള്ളു. അപ്പം ആദ്യം UK ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണ്? ഇഷ്ടപ്പെട്ട കാര്യം, എനിക്ക് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര
നല്ല കുത്തിരി ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ വെൽക്കമിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിപ്പം ഇവനാണല്ലോ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തതാണ്. അപ്പം ഇവിടുത്തെ ബ്രിട്ടീഷുകാർ എൻ്റെ ഒരു രീതിയിൽ ശരിക്കും ഇങ്ങനല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഒട്ടും ഫ്രണ്ട്ലി ആയിരിക്കില്ല, നമ്മളോട് ഭയങ്കര ഇങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ട് നല്ല കമ്പനിയുള്ള മനുഷ്യരും ഉണ്ടെന്ന് മനസ്സിലായത് ഒരു കേട്ട് വർക്ക് ചെയ്തത്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറയുമ്പം ഇവിടുത്തെ എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. അതായത് ട്രാവൽ എക്സ്പെൻസ്. ഞാൻ ജോലി ചെയ്യുന്നത് മാഞ്ചസ്റ്ററിൽ നിന്ന് ഇച്ചിരി ദൂരെയാണ് പോകേണ്ടത്. അപ്പോൾ ആ ട്രെയിനിലെ ട്രാവൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ഒന്ന് ബസ്സിൽ പോകണേലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ഇച്ചിരി ഒരു ഇതേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, സാലറി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കമ്പാരിസൺ വരുമ്പോഴത്തേക്കിനേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഒരു എമൗണ്ടും ഇവിടുത്തെ ഒരു എമൗണ്ടുമായിട്ട് ഒരു കമ്പാരിസൺ വരും. അപ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എന്തായാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടാണെങ്കിൽ പോലും ഞാൻ അതായത് ഓവർ ടൈം ഒന്നും ചെയ്തിട്ടില്ല. 40 മണിക്കൂർ എനിക്ക് ഫുൾ ടൈം ചെയ്യേണ്ട ടൈം 40 hours-ന് മേളിൽ എക്സീഡ് ആയിട്ടില്ല. പാർട്ട് ടൈം ചെയ്തപ്പോൾ 20 hours ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അത് ഞാൻ മാഞ്ചസ്റ്റർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ലണ്ടനിലെ കാര്യം എനിക്കറിയില്ല. പക്ഷേ മാഞ്ചസ്റ്ററിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. So can I ask you a question as well? Yeah, that's fine. Okay. Yes. So your name? My name's Shay. Shay. Okay, Yes. Shay. So what do you think about Malayali people, like Malu people, or generally speaking Indian people? I love him. I started when I became friends with Rahul, and he kind of introduced me to the culture of Malayali people, and he taught me a lot about culture, and I love the food there. Okay. I do love I've trying seen to- multiple videos that you are trying Indian cuisine. Oh yes, I love the food, so I'm very excited for the So food which today. which Indian cuisine do you like the most? I can't remember what it was called. Paratha and The paratha. That was my favorite. Yes. All right. Okay. Thank you. He told me as well about like how you guys eat using Yeah, your hands, your hands your and- left yeah. hand. So yeah, and it was very fun. All right. There's time another together. delicious food coming this afternoon. So are you Oh, excited yes. to have it? Looking forward to it a lot. Right. Okay. Thank you so much, man. That's all right. No worries. Yeah. Cheers. പുതിയതായിട്ട് യു കെയിലേക്ക് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ പഴയ അതായത് ഒരു ജനറേഷൻ മുമ്പ് വന്ന പ്രത്യേകിച്ചും ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്ന ആൾക്കാരുണ്ട് നേഴ്സുമാർ, അവരൊക്കെ വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ഞാൻ ഏകദേശം ഒരു 4 കൊല്ലം ഇവിടെ യു കെയിൽ. അപ്പം ഞാൻ വരുന്ന സമയത്ത് ഏകദേശം സ്ട്രീറ്റ് കൂടെ, ഞാനൊരു മലയാളി സ്ട്രീറ്റ് കൂടെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ സെയിം സാധനം ഞാൻ കേട്ടിട്ടുള്ളതാണ്, എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതാണ്. ഇവിടെ വന്ന് സ്റ്റുഡൻസ് വന്ന് ഇവിടെ മറിയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു 4-4.5 കൊല്ലം മുന്നെയാണ് വന്ന് മറിയുന്നു. പിന്നെ അത് കാരണം ഇവിടെയുള്ള ആൾക്കാരുടെ വില പോകുന്നു, അങ്ങനെയുള്ള കേസ്. എല്ലാ നാട്ടിലും ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ നേരത്തെ വന്ന ആൾക്കാർ വന്ന് ഇവിടെ വന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ അത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പണ്ട് വന്ന ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു 10-20 കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നലെ വന്ന നിങ്ങൾ ഇതിനകത്ത് ഇത് ചെയ്യണ്ട എന്നുള്ളൊരു കേസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടത്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ, എല്ലാവരുടെ മെൻറ്റാലിറ്റി ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആൾക്കാരുടെ മെൻറ്റാലിറ്റി അങ്ങനെ ഉണ്ട്. കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു, അത് ഒരു ടിപ്പിക്കൽ കുറച്ച് മലയാളികൾ ആൾക്കാരുടെ ഒരു ക്യാരക്ടർ എന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലാണ്ട് ഒരിക്കലും ഒരു മലയാളീസിനെ ജനറലൈസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അത് ക്യാരക്ടർ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എന്താ തോന്നുന്നു? ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. കാരണം അവർ വന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ അവരുടെ മക്കൾ വേറൊരു നാട്ടിൽ ചെന്ന് രക്ഷപ്പെടാനായിട്ട് തയ്യാറാകുമ്പോൾ വേറൊരാൾ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും, പാരൻസിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ പാരൻസ് ആണെങ്കിലും ഇപ്പോൾ ബ്രോയുടെ പാരൻസ് ആണെങ്കിലും നമ്മൾ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു നെഗറ്റീവാണ്. നമ്മളെന്തായിരിക്കും വിചാരിക്കുക, ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ വേറൊരു കമ്മ്യൂണിറ്റി അല്ല, നമ്മളുടെ കമ്മ്യൂണിറ്റി നമ്മൾ രക്ഷിക്കുമോ ഇല്ല എന്നുള്ള കേസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വായിൽ തന്നെ ആ ഒരു സാധനം കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര നെഗറ്റീവാണ്. സോ അത് ഞാൻ പറയുന്ന മാക്സിമം അങ്ങനത്തെ പറയാണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മേ ബി നാളെ അവർ രക്ഷപ്പെടുമ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചും ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അതും വരും. കാരണം ഒരാൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാണ്ടിരിക്കാന്നുള്ള വിഷയം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം റീസെന്റ് വന്ന ഒരുപാട് സ്റ്റുഡൻസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കണക്ക് പബ്ലിക്കായിട്ട് റീൽ ഉണ്ടാക്കുക, അതൊക്കെ കോമൺ തന്നെയാണ്. പക്ഷെ അവർക്ക് ഇഷ്യൂ ഉണ്ടാവാത്ത രീതിയിൽ, ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾസിന് ഇഷ്യൂ ഉണ്ടാവാത്ത രീതിയിൽ കുഴപ്പമില്ല. കാരണം ഇവിടെ പാർട്ടി എൻജോയ് ചെയ്യാം. നമുക്ക് മൺഡേ ടു ഈ പറഞ്ഞ കണക്ക് തേഴ്സ്ഡേ വരെ എല്ലാവർക്കും വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രൈഡേ സാറ്റർഡേ എൻജോയ് ചെയ്യാൻ വേണ്ടി രാത്രി നമുക്ക് എത്ര മണി വരെയാണെങ്കിലും സൗണ്ട് കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഇടയിലും ആൾക്കാർ അത് അറിഞ്ഞുകൊണ്ട് ഇന്റൻഷനലി ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ പാർട്ടിയും കാര്യങ്ങളും വെച്ചിട്ട് ഓഫ് കോഴ്സ് അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മലയാളീസിന്റെ ഇടയിൽ തന്നെ ആൾക്കാരുടെ മെന്റാലിറ്റി അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഈ 100 പേരിൽ ഒരു 10-20 ആൾക്കാർ വരുന്ന സ്റ്റുഡൻസ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി അവരുടെ വീട്ടിൽ ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കും, അവർക്ക് വർക്കിന് പോയില്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാണും. അപ്പോൾ അവരുടെ ഒരു
സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ തിരിച്ചിപ്പുറത്തും ഈ 100 പേരിനകത്തൊരു 20-30 പേര് ആൾക്കാർ അവിടെയും കാണും. ഇതുപോലെ ഈ പറഞ്ഞ കണക്ക് വരുന്നവരെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ള കേസ് പറയാനാണെങ്കിലും ആൾക്കാർ കാണും. എസ്പെഷ്യലി ഞാൻ വേറൊന്നും പറയണ്ട, 100 പേര് ഇവിടെ വന്നിട്ട് അതിനകത്ത് മേ ബി ഒരു 20-30 പേര് രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 50 പേര് രക്ഷപ്പെടുന്നില്ല, പോട്ടെ 10 പേര് രക്ഷപ്പെടുന്നില്ല. പക്ഷേ ഈ രക്ഷപ്പെടാത്തവരുടെ കേസ് ആയിരിക്കും എല്ലാവരും അറിയുന്നത്. ഈ രക്ഷപ്പെടാത്തവരുടെ പേരാണ്. പക്ഷേ രക്ഷപ്പെട്ട 50 പേര് അവരുടെ എക്സ്പീരിയൻസ് ഒരിക്കലും ഷെയർ ചെയ്യത്തില്ല, അവരൊരാളടുത്ത് പറയത്തില്ല. അത് നമ്മളുടെ മെന്റാലിറ്റിയാണ് ഒന്നാമത്തെ കേസ്. ഈവൻ എല്ലാവരും പറയത്തില്ല. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ പറ്റും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച്, കാരണം നമുക്ക് എല്ലാ ഫീൽഡിലും ഇറങ്ങി പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് 10 ഫീൽഡ് വർക്ക് ചെയ്തിട്ട് 10 എക്സ്പീരിയൻസ് ഇടാൻ പറ്റില്ല. ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് സ്പോൺസർഷിപ്പ് അങ്ങനെ ചെയ്തവരുടെ വീഡിയോസ് അത് ആലോചിക്കണം. നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് അവിടെ ഇവിടെയും പോയി തിരിച്ച് ഓരോരുത്തരെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കൊണ്ടുവന്ന് ഇടുമ്പോൾ പോലും അതിന്റെ താഴെ ഉൾപ്പെടെ ഈ പറയുന്ന കണക്ക് ഇവിടെ ഉള്ള ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട്. ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഒരു 100-150 ആപ്ലിക്കേഷൻ ഇടുമ്പോഴേക്കും കിട്ടുന്നത്, അവർ അതിൻ്റെയും താഴെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, ഇത് കിട്ടാൻ പോകുന്നില്ല. അതൊരു നെഗറ്റീവ് ഓൾറെഡി ഇമ്പാക്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ആൾക്കാർ. അത് കാരണം രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാർക്ക് പോലും ആ ഒരു സിറ്റുവേഷൻ. അതെ, പിന്നെ ഇവിടെ വന്നിട്ട് ഓൾറെഡി കിട്ടുമെന്ന് പ്രതീക്ഷ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും PSW വരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക, എന്നിട്ട് വേറെ അങ്ങോട്ടെങ്കിലും ചാടുന്നുള്ള ഒരു ഇമ്പാക്റ്റിലോട്ട് എത്തും. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മൾ ഈ ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടി അവർ കേട്ടതിന് ശേഷം അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഫാക്ട്. ഈ പറയുന്ന കണക്ക് ദുൽഖർ ഒരു ഡ്രസ്സ് ഒരു വാച്ച് വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് നമ്മളിൽ ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ. അപ്പം അത് കണ്ട ആൾക്കാർ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബ്രോ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ തന്നെ ചിന്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെന്നുണ്ട് അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കേസ്. അപ്പം അങ്ങനെ ചെയ്താൽ പോലും നെഗറ്റീവായിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. കാരണം അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ കയറുമ്പോൾ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അല്ല. കാരണം ഫേസ്ബുക്ക് നമ്മളെ ഇപ്പോഴും കേരള നേറ്റീവ്സ് ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല. ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കും ടിക്ടോക്കുമാണ്. ഫേസ്ബുക്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കയറുമ്പോൾ അറിയാൻ പറ്റും ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്നുള്ള കേസ്. അത് നമുക്ക് അറിയാൻ പറ്റും. അത് ഒരു പോസിറ്റീവായിട്ട് സാധനം ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വരും. സോ ഇപ്പം ഞാൻ എൻ്റെ ഇതിനകത്ത് വരുന്ന കമന്റ് സെക്ഷൻസ് ഞാൻ നോക്കാറേ ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ നല്ലത് ചെയ്യാൻ നോക്കുക, മാക്സിമം നോക്കുക. ആ ഒരു സിറ്റുവേഷൻ തന്നെ പോകുന്നു. അപ്പോൾ അത് 50-50 ആണ്. അപ്പുറത്തും കാണും ഇപ്പുറത്തും കാണും. ആ കേസിൽ പോസിറ്റിവിറ്റി കഴിയുന്നത് സ്പ്രെഡ് ചെയ്യുക അല്ലേ? മാക്സിമം നോക്കുക. നെഗറ്റീവ് എന്തായാലും കാണും. ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ 70% നെഗറ്റീവ് കാണും. അതിൽ നിന്ന് പോസിറ്റീവ് എടുത്ത് നിങ്ങൾ നോക്കുക. നെഗറ്റീവ് ആൾക്കാരുടെ കൂടെ നെഗറ്റീവ് കേട്ടുകൊണ്ടിരുന്നാൽ ലൈഫ് അങ്ങനെ പോകും.